ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഇടുക്കി മറ്റു ജില്ലകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. മലയോര പ്രദേശമായ ഇവിടം ഇന്നും പിന്നോക്കാവസ്ഥയിൽ തുടരുന്നു. ഭൂരിഭാഗം ജനങ്ങളും കർഷകരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. ഈ പഞ്ചായത്താണ് കേരളത്തിന്റെ തേൻ ഗ്രാമമായി അറിയപ്പെടുന്നത്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ മാത്രം 850-ൽ കൂടുതൽ കർഷകർ തേനീച്ച വളർത്തുന്നുണ്ട് എന്നാണ് കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കണക്ക്. ഈ കർഷകരുടെ കൃഷിയിടങ്ങളിലായി 7000-ഓളം തേനീച്ചക്കൂടുകളും ഉണ്ട്. ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തേൻ ഒരു തേൻകാലത്തിൽ 40 ടണ്ണിലേറെയാണെന്ന് സൊസൈറ്റി അവകാശപ്പെടുന്നു. ഇത്രയധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്തും കേരളത്തിൽ ഇപ്പോഴും ഇല്ല. അതുകൊണ്ടായിരിക്കണം 2007 ഫെബ്രുവരി 9 കേരള ഗവൺമെന്റ് ഉടുമ്പന്നൂർ പഞ്ചായത്തിനെ കേരളത്തിന്റെ തേൻ ഗ്രാമമായി പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ തേനീച്ചകളുള്ള രാജ്യമാണ് ഇന്ത്യ. എപ്പിസ് ഇനത്തിൽപ്പെട്ട പെരുന്തേനീച്ച, കോൾ തേനീച്ച, ഞൊടിയൽ തേനീച്ച, ട്രൈഗോണ ഇനത്തിൽപ്പെടുന്ന ചെറുതേനീച്ച എന്നിവയാണ് തേൻ ഉൽപ്പാദനത്തിൽ പ്രാധാന്യമുള്ളവ. ഇന്ത്യയിൽ കാണുന്ന ചെറുതേനീച്ചകളിൽ പ്രധാനി ട്രൈഗോണ ഇറിഡിപ്പെന്നിസ് എന്ന ഇനമാണ്. കേരളത്തിൽ മിക്ക ഗ്രാമങ്ങളിലും ഇവയെ വളർത്തുന്നുണ്ടെങ്കിലും വേണ്ടത്ര പരിചരണവും പ്രാധാന്യവും നൽകാറില്ല. ചെറുതേനീച്ചകൾ വളരെ കുറച്ച് തേൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന ന്യൂനതകളുണ്ടെങ്കിലും തേനിന്റെ ഔഷധമൂല്യവും വിലയും കൂടുതലാണ്. വളരെ ചെറിയ പൂക്കളിൽ നിന്ന് തേനും പൂമ്പൊടിയും ശേഖരിക്കാൻ പ്രാപ്തമായ ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. ഭക്ഷണം തേടി 800 മീറ്ററിലേറെ ദൂരം ഇവ സഞ്ചരിക്കാറില്ലാത്തതിനാൽ നിയന്ത്രിത പരാഗണത്തിനും ഇവ ഉപയോഗപ്പെടുന്നു. ഓരോ വീടുകളിലും 1-2 തേനീച്ച പെട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ഉടുമ്പന്നൂർ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വീട്ടമ്മമാരും കുട്ടികളും അടക്കം തേനീച്ചകളെ വളർത്തുകയും തേനീച്ചയെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ദിനം പ്രതി ഇവർ സംഭരിക്കുന്ന തേൻ, ഈ ഒരു കേരളത്തിൽ തേൻ പീരീഡ് അല്ലെങ്കിൽ ഹണി ഫ്ലോ പീരീഡ് എന്ന് പറയുന്നത് ജനുവരി മുതൽ ഒരു 4 മാസം കാലമാണ്, ഏകദേശം ഏപ്രിൽ വരെയാണ് ഹണി ഫ്ലോ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയമാണ് തേനീച്ച നമുക്ക് ഏറ്റവും കൂടുതൽ തേൻ സംഭരിക്കുന്ന സമയം. ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഇവർ തേൻ ഉൽപ്പാദിപ്പിക്കുകയും അവിടെ തേൻ കളക്ട് ചെയ്യുന്ന ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുക മാത്രം പോരാ, ഇതിനെ സംഭരിക്കാനും ഇതിനെ വിപണനം നടത്താനും ഒരു മാർഗം വേണം. അതിനു വേണ്ടി ഉള്ള ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കോഡ്സ് എന്ന് പറയുന്നത്, കേരള ഓർഗാനിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് സൊസൈറ്റിയുടെ വളരെ പ്രവർത്തന ഫലമായി ധാരാളം ആളുകൾ ഈ തേനീച്ച കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഇവർ ധാരാളമായിട്ട് ഓരോ തേനീച്ച കൃഷിയെക്കുറിച്ച് ഓരോരോ പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് ക്ലാസുകൾ നടത്തുകയും ഹോർട്ടികോർപ്പിന്റെ സഹായത്തോടുകൂടി സബ്സിഡിയോടുകൂടി കർഷകർക്ക് തേനീച്ച പെട്ടികൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ ഈ ഓർഗാനിക് സൊസൈറ്റി എടുക്കുന്നുമുണ്ട്, അവർക്ക് ന്യായമായ വില ലഭ്യമാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരും സംതൃപ്തരാണ്. ഉടുമ്പന്നൂരിൽ കൂടുതലും ഞൊടിയൽ തേനീച്ചകളെയാണ് വളർത്തുന്നത്. ചെറുതേനീച്ചയ്ക്ക് ഒരു പെട്ടി മതി എങ്കിൽ ഞൊടിയൽ തേനീച്ചയ്ക്ക് 3-4 പെട്ടികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുന്നു. ഏറ്റവും താഴത്തെ പെട്ടിയിലാണ് ദ്വാരമിട്ട് വയ്ക്കുന്നത്. താഴത്തെ പെട്ടി ഒരിക്കലും എടുക്കാറില്ല. റാണി ഈച്ച ഇതിലാണ് ഉണ്ടാവുക. അതിനു മുകളിൽ 2-3 പെട്ടികൾ. ഓരോ പെട്ടിയിലും 4 റാഗലുകൾ വീതം വെച്ച് അടച്ചു വയ്ക്കും. വെള്ളമിറങ്ങാതിരിക്കാൻ പ്ലാസ്റ്റിക് പേപ്പറും മുകളിൽ വിരിക്കും. കൃഷിയിടത്തിൽ ഒരു തൂണിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിലാണ് പെട്ടി വയ്ക്കുന്നത്.
എറുമ്പ് കയറാതിരിക്കാനുള്ള സംവിധാനവും അത്യാവശ്യമാണ്. റബ്ബർ തോട്ടങ്ങൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് റബ്ബറിന്റെ തേനാണ് കൂടുതലും തേനീച്ച ശേഖരിക്കുന്നത്. ജോർജ് വർഗീസ് എന്ന കർഷകന്റെ ഈ തോട്ടത്തിൽ വീടിന് ചുറ്റുമായി തന്നെ 100 പെട്ടികൾ വെച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് മൊത്തം 500 തേനീച്ച പെട്ടികളാണ് ഉള്ളത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഒരു തേൻ കാലം. ഈ സമയങ്ങളിൽ ആഴ്ചയിൽ 1 ദിവസം വീതം തേനെടുക്കും. ശരാശരി ഒരു പെട്ടിയിൽ നിന്ന് 1.5 കുപ്പി തേൻ ലഭിക്കും. ഈ 3-3.5 മാസം കൊണ്ട് ഇദ്ദേഹം 5 ടൺ തേൻ സൊസൈറ്റിക്ക് നൽകാറുണ്ട്. ഈ തേനീച്ച വളർത്തൽ തുടങ്ങിയിട്ട് 40 വർഷത്തിന് മുകളിലായി. എനിക്കിത് ഒരു വർഷം നഷ്ടം വന്നിട്ടില്ല. ചില വർഷങ്ങളിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ അല്പം ലാഭത്തിൽ കുറയുന്നു, അത് മാത്രമേ ഉള്ളൂ. മറ്റൊരു കൃഷി പോലെയല്ല. ഇത് ഒരിക്കൽ പോലും നമുക്ക് നഷ്ടം വരുത്തില്ല. ഇത് നമ്മൾ തേനെടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു വർഷം തേനിൻ്റെ ഉൽപ്പാദനം അല്പം കുറവാണെങ്കിലും നമ്മൾ മുടക്കിയ മുതൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. മറ്റേത് കൃഷി ചെയ്താലും ആ കൃഷി നഷ്ടം വന്നാൽ അതോടെ ആ കൃഷി തന്നെ ഇല്ലാതെയാകും. പിന്നെ ഇത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ വളരെയധികം മെച്ചമുള്ളൊരു കൃഷിയാണ്. തേൻ പഴയതുപോലെയല്ല, മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രമാത്രം ഉൽപ്പാദിപ്പിച്ചാലും അത് ചിലവാകുന്നൊരു പരിസ്ഥിതിയുണ്ട് ഇപ്പോൾ. മനുഷ്യനതൊരു ആദ്യകാലത്തൊരു ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തേൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരു 4 ടൺ തേനോളം എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അത് ഒരു കിലോ പോലും മിച്ചമില്ലാതെ വിറ്റഴിക്കാനും സാധിച്ചു. ഈ വർഷം അല്പം കാലാവസ്ഥയുടെ മോശം വന്നതുകൊണ്ട് അത്രയും ഞങ്ങൾക്ക് ഉൽപ്പാദനം കിട്ടിയില്ല. എന്നാൽ പോലും ഞങ്ങൾ ഒരു 500 കൂട് കോളനി വിറ്റ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ മുടക്ക് ഇതിന് വർഷകാലത്ത് സംരക്ഷിച്ച പഞ്ചസാര പാനി കൊടുത്തതിൻ്റെ എല്ലാം ചിലവ് ആ കോളനി വിറ്റ് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഒരിക്കലും നഷ്ടമില്ല, നഷ്ടം വരില്ല. പിന്നെ 1 സെന്റ് ഭൂമി ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണിത്. അതാണ് മറ്റുള്ളവരുടെ പറമ്പിൽ വയ്ക്കാം. അവർക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, എൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുക. നമ്മൾ തേനെടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വീതം കൊടുക്കും. അവർക്കത് വളരെ സന്തോഷമാണ്. ഓരോ ആഴ്ചയിലും പെട്ടിയുടെ മുകളിലത്തെ അടപ്പ് തുറന്ന് തൊട്ട് താഴെയിരിക്കുന്ന പെട്ടിയിൽ നിന്നുള്ള റാഗലുകൾ എടുക്കുമ്പോൾ സ്മോക്കർ ഉപയോഗിച്ച് പുകയടിച്ച് ഈച്ചകളെ മാറ്റി റാഗൽ ഒരു പാത്രത്തിലാക്കി എടുക്കുന്നു. ഇവ കട്ടി കുറച്ച് തേനറയുടെ 2 ഭാഗവും ചെത്തി റാഗൽ ഹണി എക്സ്ട്രാക്ടറിലേക്ക് വെക്കുന്നു. സാവധാനം കറക്കുക. തേനറയിലുള്ള തേനെല്ലാം എക്സ്ട്രാക്ടറിലേക്ക് വീഴും. അതിനുശേഷം തേൻ അരിച്ചെടുക്കുക. ഒരു ദിവസം ചെറിയ വെയിലത്ത് വെച്ച ശേഷം ചില്ലുകുപ്പികളിലും വലിയ കന്നാസുകളിലുമൊക്കെയായി സൂക്ഷിക്കുന്നു. ഇപ്പോൾ ക്ഷാമകാലമായതുകൊണ്ട് തേനെടുക്കാൻ പാടില്ല. ഈ സമയത്ത് പഞ്ചസാര ലായനി കലക്കി കൂട്ടിനുള്ളിൽ വെച്ചുകൊടുക്കും. ഒരു കോളനിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും റാണിയുടെ സാന്നിധ്യം ആവശ്യമാണ്. വേലക്കാരി ഈച്ചയുടെ തലയിലുള്ള ഹൈപ്പോഫാരിഞ്ചൽ ആൻഡ് മാൻഡിബുലാർ ഗ്ലാൻഡിൽ നിന്നുള്ള സ്രവം കൂടുതലായി നൽകിയാണ് റാണി ഈച്ചയാക്കി മാറ്റുന്നത്. റാണിമുട്ട വിരിഞ്ഞുണ്ടാകുന്നതും ഇണ ചേർന്നിട്ടില്ലാത്തതുമായ പെണ്ണീച്ചകളെയാണ് ഗൈനി എന്ന് വിളിക്കുന്നത്. ഗൈനികൾ ഈ ജെല്ലി കഴിച്ചുണ്ടാകുന്നതുകൊണ്ട് കോടിക്കണക്കിന് മുട്ടയിടാനുള്ള കഴിവ്, ആയുസ് ഇവ ലഭിക്കുന്നു. വേലക്കാരി ഈച്ചകൾ 60 മുതൽ 80 ദിവസം വരെ ജീവിക്കുമ്പോൾ റാണി ഈച്ച 3 വർഷം മുതൽ 5 വർഷം വരെ ജീവിക്കും എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു.
ഇദ്ദേഹം 40 വർഷമായി തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഉടുമ്പന്നൂരിന് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന മുല്ലക്കര രത്നാകരൻ ഉടുമ്പന്നൂരിനെ ഒരു ജൈവ തേൻ ഗ്രാമമായി പ്രഖ്യാപിക്കുകയുണ്ടായി. കാരണം എന്നാണെന്ന് വെച്ചാൽ ഹോർട്ടികോർപ്പിന്റെ സഹായത്തോടെ നമ്മൾ 2006 മുതൽ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് ട്രെയിനിങ് കൊടുക്കുകയും കർഷകരെ ആ രംഗത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹോർട്ടികോർപ്പ് കർഷകർക്ക് തേനീച്ചപ്പെട്ടിയും അനുബന്ധ ഉപകരണങ്ങളും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകർ ധാരാളം ഈ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി. തേനീച്ച വളർത്തലിലൂടെ തേൻ ലഭിക്കുക എന്നുള്ളതല്ല, കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ 40% വരെ വിളവർധന ഉണ്ടാകുന്നതുകൊണ്ടാണ് കൃഷി വകുപ്പ് ഈ രംഗത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ കർഷകർക്ക് വേണ്ടി സബ്സിഡി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 2014-15 വർഷമായപ്പോഴത്തേന് ഉടുമ്പന്നൂരിൽ തന്നെ 850 കർഷകരും ഏതാണ്ട് 7500ഓളം തേനീച്ച കോളനികളും ഈ പഞ്ചായത്തിൽ മാത്രമുണ്ട്. ഇവിടെ മാത്രമല്ല ഞങ്ങൾ പെട്ടി സപ്ലൈ ചെയ്യുന്നത്, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇവിടുന്ന് പെട്ടി സപ്ലൈ ചെയ്യാറുണ്ട്. ഈ വർഷം തന്നെ ഹോർട്ടികോർപ്പിലേക്ക് ഏതാണ്ട് 25,000ഓളം പെട്ടികൾ കർഷകർക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി ഹോർട്ടികോർപ്പിൻ്റെ സഹകരണത്തോടെ. അതോടൊപ്പം ഇവിടെ 1000 പെട്ടിയിൽ വരെ ഈച്ച വളർത്തുന്ന കർഷകരുണ്ട്. അദ്ദേഹം ഈച്ചയെ കൊടുത്തു മാത്രം ഈ വർഷം ഏതാണ്ട് 3.5 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 10 വർഷം പഴക്കമുള്ള ഒരു റബ്ബർ മരത്തിൽ നിന്ന് ഒരു തേൻ കാലത്തിൽ 4 ലിറ്റർ തേൻ കിട്ടുമെന്നാണ് കണക്ക്. ഡിസംബറിൽ ഇല പൊഴിച്ചു കഴിഞ്ഞ് തളിരില വരുന്ന ജനുവരി മുതലാണ് തേൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബർ ബോർഡ് റബ്ബർ കർഷകർക്ക് തേനീച്ച വളർത്തലിനായി 3000 രൂപ സബ്സിഡി നൽകുന്നുമുണ്ട്. എല്ലാ തേനീച്ച കർഷകർക്കും ഹോർട്ടികൾച്ചർ മിഷൻ 50% സബ്സിഡി നൽകി വരുന്നു. കോളനി പിരിച്ചു നൽകുന്നതിനും കർഷകർക്ക് ആദായം ലഭിക്കാറുണ്ട്. ഒരു കോളനിക്ക് 500 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളാണ് കോളനി പിരിക്കാൻ ഏറ്റവും നല്ല സമയം. ഏറ്റവും താഴത്തെ അറയിൽ 4 മുതൽ 6 റാകൾ വരെ കാണും. ഇതിൽ ഒന്നിടവിട്ട് ഫ്രെയിമുകൾ പതുക്കെ എടുത്ത് പുതിയ പെട്ടിയിൽ വെച്ചു കൊടുക്കുകയും എടുത്ത സ്ഥലത്ത് പകരം പുതിയ ഫ്രെയിം പഴയ കൂട്ടിലേക്ക് വയ്ക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ 2 പെട്ടിയിലും ഈച്ച പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും 2 കോളനിയാവുകയും ചെയ്യും. തേൻ കാലത്ത് പെട്ടെന്ന് കൂടുതൽ തേൻ ശേഖരിക്കാൻ വേണ്ടി തേനറകൾ ഫ്രെയിമിൽ നിന്നെടുത്ത് 3ആയി മുറിച്ച് 3 പുതിയ ഫ്രെയിമിലേക്ക് മാറ്റി കെട്ടിവെക്കുന്നു. ഇതും മുകളിലത്തെ പെട്ടിയിൽ വെച്ച് അടച്ചുവെക്കും. പെട്ടെന്ന് ബാക്കി അറകൾ തേനീച്ച വികസിപ്പിക്കുകയും തേൻ സംഭരിക്കുകയും ചെയ്യും. പ്രത്യുൽപാദന ശേഷിയില്ലാത്ത പെണ്ണീച്ചകളാണ് ഈ ജോലി മുഴുവൻ ചെയ്യുന്നത്. തേനെടുക്കാനായി ചെത്തിയെടുക്കുന്ന മെഴുക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉരുക്കി തണുക്കാൻ വയ്ക്കും. മുകളിൽ മെഴുക്, തൊട്ടു താഴെ വേസ്റ്റ്, അതിന്റെ താഴെ വെള്ളം എന്ന രീതിയിൽ ലഭിക്കും. ഈ മെഴുക് ഇപ്പോൾ കിലോയ്ക്ക് 300 രൂപ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ, മെഴുക് പ്രതിമ, പെയിന്റ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഇതുപയോഗിക്കുന്നു. ഉടുമ്പന്നൂരിലെ മറ്റൊരു തേനീച്ച കർഷകനാണ് ജോയി. ഇദ്ദേഹത്തിന്റെ റബ്ബർ തോട്ടത്തിൽ 60 പെട്ടിയാണുള്ളത്. കേരള ഓർഗാനിക് സൊസൈറ്റി വഴി ലഭിച്ച കൂടുകളാണ്. നല്ല രീതിയിൽ പരിപാലിക്കുകയും തേൻ കാലത്ത് ആഴ്ചയിലൊരിക്കൽ വീതം തേൻ സംഭരിക്കുകയും ചെയ്യുന്നു. ഈ തേനെല്ലാം സൊസൈറ്റി വാങ്ങിക്കും. അതുകൊണ്ട് ഉടുമ്പന്നൂർ കർഷകർക്ക് തേൻ വിപണനം ഒരു പ്രശ്നമാകാറില്ല. ഞാൻ തേനീച്ച കൃഷി തുടങ്ങുന്നത് 4 പെട്ടികളിലാണ് ആദ്യം തുടങ്ങുന്നത്. അതിപ്പം 2-3 വർഷമായി. ഇപ്പം എനിക്ക് 60 പെട്ടി വരെയായി. ഏതാണ്ട് ഒരു പെട്ടിയിൽ നിന്ന് 10 കിലോ തേൻ വരെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്.
ഇനിയും കുറച്ചുകൂടെ പെട്ടി ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട്. തേനീച്ച കൃഷി ഏറ്റവും ലാഭമായിട്ട് ഉള്ളൊരു കൃഷി ഇതായിട്ട് തോന്നുന്നുണ്ട്. ഏറ്റവും ലാഭമാണ്. ഇത് സ്ത്രീകൾ നടത്തുന്ന തേനീച്ച കൃഷിയാണ്. 30 കൂടുകളാണ് ഇവിടെയുള്ളത്. തേനീച്ച ഉപദ്രവിക്കും എന്ന പൊതുധാരണയ്ക്ക് ഒരു മറുപടിയാണ് ഈ വനിതകൾ. ഞാൻ 4 വർഷമായി തേനീച്ച കൃഷി തുടങ്ങിയിട്ട്. തുടക്കത്തിൽ 10 പെട്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 30 പെട്ടിയുണ്ട്. പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വയം ചെയ്യാവുന്ന ഒരു സ്വയം തൊഴിൽ സംരംഭമാണിത്. ഇപ്പോൾ 30 പെട്ടിയുണ്ട്. ഒരു പെട്ടിയിൽ നിന്ന് 15 കിലോ ശരാശരി തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ രവീന്ദ്രൻ വീട്ടിൽ 50 പെട്ടി തേനീച്ച കൃഷി ചെയ്യുന്നുണ്ട്. 650 മുതൽ 700 കിലോഗ്രാം വരെ തേൻ ഇദ്ദേഹവും സൊസൈറ്റിക്ക് നൽകുന്നുണ്ട്. സൊസൈറ്റി വഴി ഈച്ചയും പെട്ടിയുമെല്ലാം ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. പ്രകൃതിയുടെ പൊൻദ്രാവകം എന്നറിയപ്പെടുന്ന തേൻ ഒരു ദിവ്യ ഔഷധം കൂടിയാണ്. ചെടികളിൽ നിന്ന് ഈച്ചകൾ ശേഖരിക്കുന്ന മധു തേനീച്ചയുടെ ദഹനവ്യൂഹത്തിൽ നിന്ന് സ്രവിക്കുന്ന എൻസൈമുകളുടെ സഹായത്തോടെ തേനാക്കി മാറ്റി സൂക്ഷിക്കുന്നു. നല്ല ഒരു പോഷകാഹാരവും ഔഷധവുമൊക്കെയായി തേൻ ഉപയോഗിക്കുന്നു. വലിയ മുതൽ മുടക്കില്ലാതെ ചെറിയ ഒരു ശ്രദ്ധ മാത്രം കൊടുത്താൽ ആർക്കും ചെയ്യാവുന്ന കൃഷിയാണ് തേനീച്ച വളർത്തൽ. ഇത് പ്രോത്സാഹിപ്പിക്കാനായി ഗവൺമെന്റ് എല്ലാ സഹായവും ചെയ്തു വരുന്നു. അത് ഫലപ്രദമായി ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങിൻ തൈ നഴ്സറി സ്ഥാപിക്കുന്നതിന് ധനസഹായം. മൾബറി കൃഷിക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ 1 ലക്ഷം യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതി പ്രകാരം അംഗമായിട്ടുള്ളവർക്ക് തെങ്ങിൻ തൈ നഴ്സറി സ്ഥാപിക്കുന്നതിന് 1 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രിൻസിപ്പൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 041277333334. ക്ഷീരവികസന വകുപ്പിന്റെ 2015-16 വാർഷിക പദ്ധതി പ്രകാരം 2015 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ക്ഷീരസംഘത്തിൽ അളക്കുന്ന ഓരോ ലിറ്റർ പാലിന് 1 രൂപ പ്രകാരം കാലിത്തീറ്റ സബ്സിഡി കർഷകർക്ക് നൽകുന്ന പദ്ധതിയിൽ ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്തവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ നാളെ വരെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ നൽകാവുന്നതാണ്. അപേക്ഷകർ ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയുടെ കോപ്പിയും ഹാജരാക്കണം. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പ്രകാരം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ. നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മ പരിപാടി നടപ്പിലാക്കി. 1 ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. ഇഞ്ചിയെ ബാധിക്കുന്ന മഴക്കാല രോഗങ്ങളാണ് മൂട് ചീയലും വാട്ടവും. ഇവ തടയാൻ ഇഞ്ചിത്തടങ്ങളിൽ 25 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡറും തുടർന്ന് 250 ഗ്രാം കുമ്മായവും 3 ചതുരശ്ര മീറ്ററിൽ എന്ന കണക്കിൽ ചേർക്കണമെന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു.
സെറികൾച്ചർ പദ്ധതിയുടെ ഭാഗമായുള്ള മൾബറി കൃഷി ചെയ്യുന്നതിന് താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞത് 25 സെന്റ് ജലസേചന സൗകര്യമുള്ളതും സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ കൃഷിയിടങ്ങളാണ് മൾബറി കൃഷിക്ക് അനുയോജ്യം. കർഷകർക്ക് പട്ടുനൂൽ പുഴു വളർത്തുന്നതിൽ പരിശീലനവും പദ്ധതിക്കായി സർക്കാർ ധനസഹായവും ലഭിക്കും. താൽപര്യമുള്ള കർഷകർ അതത് ബ്ലോക്ക് പഞ്ചായത്തുകളുമായി ബന്ധപ്പെടണം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0468 222 686. തിരുവനന്തപുരം വെൺപാലവട്ടത്ത് പ്രവർത്തിക്കുന്ന ലോക മൊത്ത വ്യാപാര വിപണിയിൽ WCT തെങ്ങിൻ തൈ, കമുക്, പ്ലാവിന്റെ ഗ്രാഫ്റ്റ്, മാതളം, കുരുമുളക് തൈകൾ, സ്ട്രോബെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, മുള്ളാത്തി തുടങ്ങിയവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0471 2 558 930. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 11,400 രൂപ, കോഴിക്കോട് 13,000 രൂപ, തൃശൂർ 11,700 രൂപ. കൊപ്ര കൊച്ചി 7,675 രൂപ, കോഴിക്കോട് 8,200 രൂപ, തൃശൂർ 7,900 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 62,900 രൂപ, ഗാബിൾഡ് 65,900 രൂപ, ചുക്ക് മീഡിയം 23,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ സേലം 8,200 രൂപ, ഈറോഡ് 8,400 രൂപ, അടയ്ക്ക 23,500 രൂപ മുതൽ 24,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 11,400 രൂപ, കൊപ്ര 7,675 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,600 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 62,900 രൂപ, ഗാബിൾഡ് 65,900 രൂപ, ചുക്ക് മീഡിയം 23,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. അടയ്ക്ക പുതിയത് 23,500 രൂപ മുതൽ 24,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 250 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 425 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,800 രൂപ, RSS 4 ഗ്രേഡ് 13,000 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 11,200 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1. കോഴിക്കോട് 32.8, 24.4. കൊച്ചി 31.6, 24.4. ആലപ്പുഴ 31.1, 24.5. പുനലൂർ 32.2, 23. തിരുവനന്തപുരം 31.2, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.